മൂവി പറഞ്ഞാൽ ശരിക്കും ഈ സിനിമയുടെ നമ്മൾ കഥയും സംഭവങ്ങളൊന്നും അല്ലല്ലോ. ഒരു പിന്നെ സിനിമയിലൂടെ ഒരുപാട് ഇങ്ങനെ പൊളിറ്റിക്സും എന്താണ് നമ്മൾ പറയുന്ന പോലെ മക്കളെ കാപ്പാത്തുന്ന പരിപാടിയൊക്കെ ചെയ്തിട്ട് പുള്ളി റിയൽ ലൈഫിൽ CM ആയിരിക്കണം. അപ്പം പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹം പലതായിട്ടും ഇപ്പോൾ ആക്ഷൻസ് ചെയ്തതായിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നുള്ള വാർത്തകൾ കാണുന്നുണ്ട്. അദ്ദേഹം എന്തൊക്കെയാണ് പിന്നെ ഒരു തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ അതൊക്കെ നിറവേറ്റിയിട്ട് CM ആയിരിക്കുന്ന സമയത്താണ് ഈ സിനിമ വരുന്നത്. പിന്നെ തിയേറ്ററിൽ എപ്പോഴും വിജയ് സിനിമകളുടെ ഒരു ഓളം വേറെ തന്നെയാണ്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു, പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളുടെ സീനുകളുടെ മാഷപ്പ് പരിപാടികളൊക്കെ കാണിച്ചു. അത് പണ്ട് കാലത്ത് കൂടുതൽ ആദ്യമൊക്കെ ചെയ്ത റൊമാൻറ്റിക് സിനിമകളിൽ നിന്ന് മാറി പിന്നെ അദ്ദേഹം ഒരു സൂപ്പർ ഹീറോ ആ ഒരു ലെവലിലേക്ക് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായി മാറി, പിന്നെ CM ആയി മാറി. ആ ഒരു കഥ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമാ കഥ പോലെ അത്രയും കൗതുകമുള്ള ഒരു കഥയാണ് വിജയുടെ റിയൽ ലൈഫ് സ്റ്റോറിയും. അത് സിനിമ കാണുമ്പോഴും നമ്മൾ അതാണ് തോന്നിയത്. സിനിമയിലിപ്പോൾ എല്ലാം തികഞ്ഞൊരു സിനിമയല്ല. ശരിക്കും ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ വിജയുടെ പല സിനിമകളെക്കാട്ടിലും കുറച്ച് വീക്കായിട്ടുള്ള സിനിമ തന്നെയാണ്. പക്ഷേ സ്ക്രീൻ പ്രസൻസും അദ്ദേഹത്തിൻ്റെ ആ ഒരു തിയേറ്ററിനകത്ത് ഒരു ക്രൗഡിനകത്ത് കാണുമ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന ചില എലമെൻറ്റ്സ് ഉണ്ട്. അത് റിപ്പീറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ തന്നെ ആ ഒരു ക്രൗഡിനെ അദ്ദേഹം ശരിക്കും പ്ലേസ് ചെയ്യാൻ വേണ്ടി എൻ്റർടൈനർ എന്ന രീതിയിൽ നമ്മളെ ശരിക്കും തൃപ്തിപ്പെടുത്താൻ വേണ്ടി വിജയ് സിനിമകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു സിനിമ തന്നെയാണ് ജനനായകൻ. പിന്നെ കൂടെ മലയാളത്തിൽ നിന്നാണെങ്കിൽ മമിത ബൈജു നല്ലൊരു മുഴുനീള കഥാപാത്രം കിട്ടിയിട്ടുണ്ട്. അത് ക്ലൈമാക്സിലടക്കം ആക്ഷൻ സീൻ അടക്കം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ദളപതി കച്ചേരി എന്നുള്ള സോങ്, അത് തിയേറ്ററിനകത്ത് നിങ്ങൾ ഒരു വിജയ് മൂവിയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് ആ ഒരു എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് കിട്ടും, ആ ഒരു എൻജോയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. നല്ല പാക്ഡ് ക്രൗഡിൽ കാണുക. നിങ്ങൾ പലരും ഇത് HD പ്രിൻ്റൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത് നമ്മൾ ഒറ്റയ്ക്കിരുന്നോ അല്ലെങ്കിൽ റൂമിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കാണുന്ന പോലെയല്ലല്ലോ, ഒരു വലിയ ക്രൗഡിൻ്റെ കൂടെ കാണേണ്ട ആ ഒരു രീതിയിൽ തന്നെയാണ്. അനിരുദ്ധിൻ്റെ BGM എടുത്തു പറയേണ്ടതാണ്. BGM ശരിക്കും പടത്തിന് പല സീനുകളിലും രാവണമ വേണ്ട എന്നുള്ള ആ ഒരു BGM ഒക്കെ ശരിക്ക് തിയേറ്ററിനകത്ത് വിജയ് എലിവേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ക ഒരു എൻ്റർടൈനർ, ഒരു പോപ്കോൺ പടം എന്നുള്ളതിലുപരി അങ്ങനെ ഭയങ്കര ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള സിനിമയാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വിജയ് ഇഷ്ടപ്പെടുന്നവരും വിജയ് സിനിമകൾ എപ്പോഴെങ്കിലും കണ്ട് എൻ്റർടൈനർ ആയുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അവസാനത്തെ സിനിമ ഇനി തിരിച്ചുവരവുണ്ടാവുമോ എന്നറിയില്ല. പക്ഷേ ലാസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളുടെ ഒരു മാഷപ്പൊക്കെ കാണിച്ചപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതുവരെ നമ്മൾ ആ നിർത്തുന്നു എന്ന് പറയുന്നതല്ലാതെ നിർത്തി എന്നറിയുമ്പോൾ നമുക്കൊരു, കാരണം തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരിക എന്നുള്ളത്, ഒരു നടൻ്റെ പേരിൽ ആളെ കൊണ്ടുവരിക എന്നുള്ളത് എല്ലാ നടന്മാർക്കും സാധിക്കുന്നതല്ല. അത് കേരളത്തിൽ ഒരു പക്ഷേ ഇവിടുത്തെ സൂപ്പർ താരങ്ങൾ കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെയാണ് ഇവിടെയും വിജയ്ക്കുള്ള സ്ഥാനം. പല റെക്കോർഡുകളും ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ അദ്ദേഹത്തെ എത്ര തന്നെ തിയേറ്ററിൽ മിസ് ചെയ്യും, അതുപോലെ തന്നെ കേരളത്തിലും തിയേറ്ററിൽ വിജയ് തീർച്ചയായും മിസ് ചെയ്യും. പക്ഷേ അദ്ദേഹം പൊളിറ്റിക്കലി നല്ലൊരു രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടത്തുന്നത് എന്നറിയുന്നതിലും സന്തോഷമുണ്ട്. എന്തായാലും എൻ്റർടൈൻമെൻറ്റ് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ് ജനനായകൻ.